26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. എന്താ സ്വർണം വാങ്ങാൻ പ്ലാൻ ഉണ്ടോ? എങ്കിൽ സമയം കളയണ്ട. അതെ, ഇപ്പോൾ പൊന്നിന് ആശ്വാസ വിലയാണ്. 2025 അവസാനത്തോടെ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് കടന്ന സ്വർണം എല്ലാവരെയും ഒന്ന് ശരിക്കും ഞെട്ടിച്ചു. അന്ന് പവൻ വില 1,30,000 വരെ എത്തി. പിന്നീട് 2 ലക്ഷം വരെ ആകും സ്വർണ്ണവില എന്ന് പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഫെബ്രുവരി മാസത്തിന്റെ അവസാനത്തോടെ ആരംഭിച്ച പശ്ചിമേഷ്യൻ യുദ്ധം കളി മാറ്റി. റെക്കോർഡിട്ട സ്വർണ്ണക്കുതിപ്പ് തടയിട്ടു വന്നു. യുദ്ധം ആരംഭിച്ചപ്പോൾ വിലയിൽ വൻ വർധനവ് സംഭവിച്ചു. പക്ഷേ സ്വർണ്ണവില പതുക്കെ താഴോട്ടിറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ചരിത്രത്തിൽ ആദ്യമായി 2026 തുടക്കത്തിൽ രാജ്യാന്തര വിപണിയിൽ സ്വർണം ഔൺസിന് $5,600 എന്ന നേട്ടം കൈവരിച്ചിരുന്നു. തുടർന്ന് ഈ വർഷം അവസാനം 6,000 കടക്കുമെന്ന് പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ വിദഗ്ധർ പറയുന്നത് അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്നാണ്. അതായത് നിരക്കിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാതെ സ്വർണം മുന്നോട്ടു പോകാനുള്ള സാധ്യതയാണ് വിപണിയിൽ ഇപ്പോൾ കാണുന്നത്. ശരിക്കും $1,600 സ്വർണത്തിൽ പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഏകദേശം കുറഞ്ഞത്. അതായത് ജൂൺ മാസത്തിൽ $4,000 താഴേക്കും സ്വർണം പറന്നിറങ്ങി. ഇപ്പോൾ കേരളത്തിൽ ഒരു പവന് 1,20,000 താഴെ നൽകിയാൽ മാത്രം മതി. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇനി എപ്പോഴാണ് സ്വർണ്ണവില കുറയുക എന്ന്. പക്ഷേ അമേരിക്കയും ഇറാനും നിലവിൽ വീണ്ടും സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് കൊണ്ട് ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. അങ്ങനെ ക്രൂഡ് ഓയിൽ വില വീണ്ടും ഇപ്പോൾ ഉയരാൻ തുടങ്ങിയിട്ടുണ്ട്. സ്വർണ്ണവില താഴാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് ഇതിലൂടെ. എന്നാൽ സ്വർണ്ണവില ഇനിയും കുറയണമെങ്കിൽ ക്രൂഡ് ഓയിൽ വില വർധനവിനൊപ്പം US ഡോളറിന്റെ ശക്തി വർദ്ധിക്കണം. കൂടാതെ മറിച്ച് ഡോളർ തകർച്ച നേരിട്ടാൽ അത് സ്വർണത്തിന്റെ വില ഇരട്ടിയാക്കുന്നതിനും സഹായിക്കും. അതിൽ ഡോളറിന് തിരിച്ചടിയാകുന്ന ഒരു പ്രധാന ഘടകം US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് ഉയർത്തുമെന്ന കാര്യത്തിൽ വ്യക്തത വരുത്താത്തതാണ്. കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്വർണ്ണ ഇറക്കുമതിയിൽ കുറവ് വന്നിട്ടില്ല. അതുമാത്രമല്ല, സ്വർണ്ണവില കാരണം സാധാരണക്കാരായ ഉപഭോക്താക്കൾ ഭൂരിഭാഗം ആളും സ്വർണത്തിന്റെ ഉപയോഗം ഇന്ന് കുറച്ചു. സ്വർണ്ണവില ചിലപ്പോൾ ഇനിയും താഴേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. അങ്ങനെ വന്നാൽ മിക്ക ആളുകളും ഇനിയും സ്വർണം വാങ്ങിക്കൂട്ടാനുള്ള സാഹചര്യമുണ്ട്. മറിച്ച് സംഭവിച്ചാൽ സ്വർണം വാങ്ങുന്നത് വേണ്ടെന്ന് വെക്കേണ്ടി വരും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.